വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഞാനൊരു സ്പ്ലെൻഡർ റിസ്റ്റോറേഷൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. പെയിൻറ്റിങ് കഴിഞ്ഞ് നമുക്ക് വണ്ടി കിട്ടി. അപ്പോൾ നമ്മൾ രാവിലെ വണ്ടി കളക്ട് ചെയ്യാൻ വേണ്ടി പോയേക്ക് വരുന്നു. ഒരു 4:30 5 ആയപ്പോൾ വരാനാണ് പറഞ്ഞത്. നമ്മളൊരു 5:30 അവിടെ ചെന്നു. അപ്പോൾ ഗൈസ് വണ്ടി എടുത്തത് പറഞ്ഞാൽ പരിതാപകരമാണ് ഗൈസ്. ഇതൊരു പെയിൻറ്റിങ് കഴിഞ്ഞൊരു വണ്ടിയാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കാരണം ഞാൻ തന്നെ കാണിച്ചു തരാം. ഡെലിവറി കിട്ടിയ ഇപ്പം കിട്ടിയ വണ്ടിയുടെ പെയിൻറ്റിങ്ങിൻ്റെ സ്ക്രാച്ചാണ് ഈ കാണുന്നത്. അത് അവരെ വിളിച്ചു വെച്ചപ്പോൾ അവിടെ നിന്ന് ഉണ്ടായതല്ല, എം ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അവസാനം നമ്മുടെ ഫോട്ടോസും വീഡിയോസും കാണിച്ചു പോകും. നമ്മൾ അവിടെ നിന്ന് ഒത്തിരി ദൂരം പോയില്ലായിരുന്നു. അപ്പോൾ തന്നെ കാണിച്ചു പോയപ്പോൾ അവർ പറഞ്ഞു നാളെ കൊണ്ടുപോകാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഇത് കണ്ടോ, പെട്രോളിൻ്റെ ആ ഒരു നോബ് വരുന്നതിൻ്റെ അവസ്ഥ കണ്ടോ. അതിനകത്ത് പെട്രോൾ ലീക്ക് ആകുവാണ്. അത് പ്രോപ്പർ ടൈറ്റ് അല്ല. അത് മാത്രമല്ല, വണ്ടിക്ക് ഒത്തിരി നെട്ടും ബോൾട്ടൊക്കെ മുറുക്കാനുണ്ട്. അതൊക്കെ പോട്ടെ, നമുക്കതൊക്കെ വിടാം. പക്ഷേ പെയിൻറ്റിങ് ഭയങ്കര മോശമാണ്. ഇതൊരു പെയിൻറ്റ് ചെയ്ത വണ്ടിയാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്ത് പോലുമില്ല. അത്ര പൊടിയുണ്ടായിരുന്നു വണ്ടിക്ക്. അത് മാത്രമല്ല, ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത രീതിക്കാണ് നമുക്ക് പെയിൻറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 7 രൂപ അറൗണ്ട് ആയി പെയിൻറ്റ് ചെയ്ത വണ്ടിയാണ്. അത് മാത്രമല്ല, ഇൻഡിക്കേറ്ററും കത്തത്തില്ല. ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ 2 ഇൻഡിക്കേറ്ററും കത്തത്തില്ല. നമുക്ക് ഓൾറെഡി ഒരു അസാഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇൻഡിക്കേറ്റർ അസാഡിൻ്റെ അപ്പോൾ ഇത് കാണിക്കും, ബട്ട് ഇൻഡിക്കേറ്റർ വർക്കാവുന്നില്ല ഗൈസ്. അത് പിന്നെ വയറിങ്ങിൻ്റെ നോക്കാം, നമുക്ക് ശരിയാക്കാൻ നോക്കാം. പക്ഷേ പെയിൻറ്റിങ് ഭയങ്കര ശോകം രീതിയിലാണ് പെയിൻറ്റിങ് ചെയ്തത്. നമുക്ക് ഒരു രീതിയിൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ ഈ രീതിയിൽ ചെയ്യാൻ പറ്റിയതുള്ളൂ, ഈ രീതിക്ക് ചെയ്തു കൊടുക്കുന്നതെന്ന് മാത്രമാണ് പറയുന്നത്. അപ്പം എനിക്കിതിനെപ്പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ദൈവത്തെ ഓർത്ത് നിങ്ങളാരും ഇങ്ങനെ തിരക്കാതെ, വേറൊന്നുമില്ല. ഇതുപോലെ നമ്മൾ പൈസ കൊടുത്ത് ചെയ്യിച്ചിട്ട് നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടും. പ്രതീക്ഷിച്ച ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു 50-60% കിട്ടണമെന്ന് വിചാരിച്ചു. ബട്ട് ഇല്ല. ഇതൊരു പെയിൻറ്റ് ചെയ്ത വണ്ടിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അത്ര ശോകം രീതിക്കാണ് ഇത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് തന്നേക്കുന്നത്. അതുമാത്രമല്ല, 14 ദിവസം കൊടുത്ത് അവർ ചെയ്ത വർക്കാണിത്. തട്ടിക്കൂട്ടെന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ് ഇട്ട് തരാം. കാരണം ഒരുപാട് പേര് ഇങ്ങനെ പെട്ടുപോകുന്നുണ്ട്. അതിൽ ഞാനും ഒരാളായി ഗൈസ്. എന്നാലും ഇതൊരു അവയർനെസ് വീഡിയോ പോലെ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ജസ്റ്റ് സബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.